സമാധാനത്തിന് തയ്യാറാണ്. അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ വാഗ്ദാനം വഞ്ചനയാണെന്ന് തെളിഞ്ഞാൽ നരകവാതിൽ തള്ളി തുറക്കാൻ ഒരു മടിയും ഇറാൻ കാണിക്കില്ല. പേർഷ്യൻ പോരാട്ട വീരത്തിന്റെ ആധുനിക പ്രഖ്യാപനമായി മുഹമ്മദ് ബാക്കർ ഗാലിബാഫിന്റെ വാക്കുകൾ ആഗോള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ്, അല്ലെങ്കിൽ വിറപ്പിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ നീളുന്ന ഓരോ കൈകളെയും തകർത്തെറിയാനുള്ള കരുത്ത് ഇറാന്റെ ആവനാഴിയിലുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പാണത്. വർഷങ്ങളായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാഗ്ദാന ലംഘനങ്ങളും ഇരട്ടത്താപ്പും കണ്ടുമടുത്ത ഒരു ജനതയുടെ അന്ത്യശാസനമായിട്ടാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. നയതന്ത്രത്തിന്റെ പാതയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോഴും തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ സർവനാശത്തിന്റെ അഗ്നി പടർത്താൻ മടിക്കില്ല എന്ന ഇറാന്റെ ഈ ഉറച്ച നിലപാട് ശത്രുപാളയങ്ങളിൽ വലിയ പരിഭ്രാന്തി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ പറത്തുമ്പോഴും വിരൽ കാഞ്ചിയിൽ തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ അധിനിവേശ മോഹങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ ഈ മഹാപ്രതിരോധം ആധുനിക നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ അധ്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിലവിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കമന്റ് ആയിട്ട് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന രാഷ്ട്രം എന്നും സമാധാനത്തിനും അതിന്റെ പരമാധികാരത്തിനും നൽകുന്ന പ്രാധാന്യം സമാനതകളില്ലാത്തതാണ്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന കേവലം ഒരു പ്രകോപനം മാത്രമല്ല, മറിച്ച് ദശകങ്ങളായി രാജ്യം നേരിടുന്ന വിവേചനത്തിനും അടിച്ചമർത്തലുകൾക്കുമെതിരെയുള്ള ആത്മാഭിമാനത്തിന്റെ ഇടിമുഴക്കമാണത്. വിദേശ ശക്തികളുടെ അനാവശ്യമായ ഇടപെടലുകൾ പശ്ചിമേഷ്യയുടെ സമാധാനം കെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനും മേഖലയിൽ സുസ്ഥിരത നിലനിർത്താനും ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. വൻ ശക്തികൾ ആയുധങ്ങൾ മൂർച്ച കൂട്ടുമ്പോഴും ഇറാൻ ഉയർത്തിപ്പിടിക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായ പ്രതിരോധവും അചഞ്ചലമായ ഇച്ഛാശക്തിയും തന്നെയാണ്. നയതന്ത്രത്തിന്റെ പുതിയ അധ്യായങ്ങൾ ഡിജിറ്റൽ ഇടങ്ങളിൽ രചിക്കപ്പെടുന്ന ആധുനിക യുഗത്തിൽ ഇറാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തവുമാണ്. അത് സാമ്രാജ്യത്വ ശക്തികളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് വഴങ്ങില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ്. ഗാലിബാഫിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഒരു ജനതയുടെ മൊത്തത്തിലുള്ള വികാരത്തെ തന്നെയാണ്. ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് ഒരു രാജ്യത്തിന്റെ മുന്നേറ്റത്തെ തടയാനാവില്ല എന്ന് ചരിത്രം പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. പേർഷ്യൻ നാഗരികതയുടെ പാരമ്പര്യം പേർന്ന ഇറാൻ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമാധാനത്തിനേക്കാൾ നീതിയുക്തമായ അവകാശങ്ങൾക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരണമെങ്കിൽ അത് പുറത്തു നിന്നുള്ള ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ആ മണ്ണിലെ മനുഷ്യരുടെ സ്വയം നിർണയ അധികാരത്തിലൂടെയാകണം. എന്നുള്ള ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് ആ മണ്ണിലെ മനുഷ്യരുടെ സ്വയം നിർണയ അധികാരത്തിലൂടെ തന്നെയാകണം അത്. ഇറാന്റെ സൈനിക സന്നാഹങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഈ ലക്ഷ്യത്തിലേക്കുള്ള കാവലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗാലിബാഫ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ഇടപെടൽ സൂചിപ്പിക്കുന്നത് മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന എന്നാൽ സ്വന്തം വേരുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നവ ഇറാന്റെ ചിത്രം തന്നെയാണ്. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് പകരുന്നത്. ആകാശത്തെ യുദ്ധമേഘങ്ങൾക്കിടയിലും സ്വന്തം ആകാശത്തെയും ഭൂമിയെയും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ കരുത്ത് ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ നയതന്ത്ര വാഗ്ദാനങ്ങളെ ഇറാൻ ഏറെ സംശയത്തോടെ കാണുന്നതിന് കൃത്യമായ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതായത് സമാധാന ചർച്ചകളും കരാറുകളും നിലനിൽക്കുമ്പോൾ തന്നെ ഉപരോധങ്ങൾ മുൻപ് കടുപ്പിക്കുന്നതും മുമ്പ് ഒപ്പുവെച്ച ആണവ കരാറുകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതുമെല്ലാം ഇറാന്റെ വിശ്വാസ്യതയെ മുറിപ്പെടുത്തിയ ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെറും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലോ വാഗ്ദാനത്തിലോ വിശ്വസിക്കാതെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി നിർത്തുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെ ഭാഗം തന്നെയാണ്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ കെട്ടിപ്പടുത്ത സൈനിക കരുത്ത് ലോകരാഷ്ട്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് എന്നതും നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യ, ഡ്രോൺ നിർമ്മാണം, കടലിലെ പ്രതിരോധ ശേഷി എന്നിവയിൽ ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത ഏതൊരു വൻ ശക്തിയെയും രണ്ടു വട്ടം ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ്. മുഹമ്മദ് ബാക്കർ ഗാലിബാഫിനെ പോലുള്ള നേതാക്കൾ നൽകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് ഇറാൻ ഇനി ഒരു പ്രതിരോധത്തിൽ ഉപരിയായി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ
ഏത് കടുത്ത തീരുമാനത്തിലേക്കും നീങ്ങാൻ സജ്ജമാണ് എന്ന കാര്യം തന്നെയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം വർദ്ധിക്കുമ്പോഴും പ്രാദേശികമായ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ നേരിടാൻ തന്നെയാണ് ഇറാൻ ശ്രമിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കുമ്പോൾ തന്നെ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അതിനെ നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളും അവർ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനിയും കാത്തിരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ അവർ സുസജ്ജമാണ് എന്ന കാര്യം തന്നെയാണ്. ഈ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാനെ ഒരു നിർണായക ശക്തിയായി ഇപ്പോൾ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യവും. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ സമാധാന ചർച്ചകളും വെടിനിർത്തൽ കരാറുകളും പലപ്പോഴും തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കാനുള്ള സാവകാശമായിട്ടാണ് അവർ ഉപയോഗിക്കാറുള്ളത് എന്ന വിമർശനം ശക്തമായിട്ട് ഉയർന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനെന്ന വ്യാജേന മുന്നോട്ട് വെക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ പലപ്പോഴും ഇറാന്റെയും മറ്റ് പ്രാദേശിക ശക്തികളുടെയും പ്രതിരോധ ശേഷിയെ തളർത്തുന്ന രീതിയിലുള്ളവയുമാണ്. മുൻപ് ഒപ്പുവെച്ച കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയ വെടിനിർത്തൽ ചർച്ചകളെയും ഇറാൻ തികഞ്ഞ ജാഗ്രതയോടെ തന്നെയാണ് സമീപിക്കുന്നത്. സമാധാനം എന്നത് കേവലം വെടിയൊച്ചകൾ നിലയ്ക്കുന്നതല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കുന്നതും വിദേശ ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതും തന്നെയാകണം. ഇത് തന്നെയാണ് ഇറാന്റെ ഉറച്ച നിലപാട്. പക്ഷെ അത് അനുസരിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാകാറില്ലല്ലോ. വെടിനിർത്തലിന്റെ മറവിൽ ഇറാനെ നിരായുധീകരിക്കാനോ മേഖലയിലെ ഇവരുടെ സ്വാധീനം കുറയ്ക്കാനോ ഉള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയാണ് അവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് ഫലപ്രദമല്ലാത്തതും വഞ്ചനാപരവുമായ ചർച്ചകൾക്ക് ഇനിയും തങ്ങൾ തയ്യാറല്ല എന്നും നീതിയുക്തമായ ഒരു സാഹചര്യം ഒരുങ്ങുന്നില്ല എങ്കിൽ എന്തിനും സജ്ജമാണെന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ്യതയുടെ പരീക്ഷണം കൂടിയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്. തങ്ങളുടെ മണ്ണിലെ സമാധാനം തകർക്കാൻ വിദേശ ശക്തികളെ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ ഇറാൻ ആധുനിക യുദ്ധതന്ത്രങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും പൂർത്തിയാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക വീണ്ടും അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന് നൽകേണ്ട മറുപടി എന്താണ് എന്ന കാര്യത്തിൽ ഇറാൻ നേതൃത്വത്തിന് ഇപ്പോൾ കൃത്യമായ ധാരണയുമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയുടെ മണ്ണിൽ ഇന്ന് പുകയുന്ന സംഘർഷങ്ങൾക്ക് പ്രധാന ഉത്തരവാദി അമേരിക്കയുടെ ഇരട്ടത്താപ്പും അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളുമാണെന്ന് ഇവിടെ പറയാതെ വയ്യ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്കയും സഖ്യകക്ഷിയായ ഇസ്രായേലും തന്നെയാണ്. സമാധാനത്തിന്റെ വക്താക്കളായി ചമഞ്ഞു നിൽക്കുമ്പോഴും ഈ മേഖലയെ ആയുധപ്പുരയാക്കി മാറ്റുന്നതിൽ അമേരിക്ക കാണിക്കുന്ന താല്പര്യം ലോകത്തിന് തന്നെ അറിയാം. 2026 ഏപ്രിൽ നാം കാണുന്നത് വഞ്ചനാപരമായ ഒരു നയതന്ത്രത്തിന്റെ ബാക്കി പത്രം തന്നെയാണ്. ഫെബ്രുവരിയിൽ ഇറാനു നേരെ സൈനിക നീക്കങ്ങൾ ആരംഭിച്ച അമേരിക്ക സമാധാന ചർച്ചകളുടെ മറവിൽ തങ്ങളുടെ അധിനിവേശ അജണ്ടകൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട 2 ആഴ്ചത്തെ വെടിനിർത്തൽ പോലും ഇറാന്റെ പ്രതിരോധത്തെ തളർത്താനുള്ള ഒരു തന്ത്രപരമായ സാവകാശം മാത്രമാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക വിചാരിച്ച വഴിയിലേക്ക് ഇറാൻ നടന്നു ചെല്ലുകയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതായത് അമേരിക്ക മറ്റെന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കാൻ ഇറാൻ സജ്ജമാണ്. അത് തന്നെയാണ് സമയം അതിക്രമിച്ചു എന്നും അതുകൊണ്ട് തന്നെ നരകം കാണിക്കാൻ ഇറാൻ തയ്യാറാണെന്നും അവർ പറയാതെ പറയുന്നത്. എന്തായാലും യുദ്ധം അവസാനിക്കുകയും സമാധാനം പുലരുകയും തന്നെയാണ് വേണ്ടത്. പക്ഷെ അമേരിക്കൻ രീതികൾ മാറാതെ ഈ യുദ്ധം എങ്ങനെ അവസാനിക്കാനാണ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്ത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.